ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 27-ാമത്തെ തിരുവെഴുത്ത്. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോവും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ആൻഡ് ദ യോക്ക് ഷാൽ ബി ഡിസ്ട്രോയിഡ് ബിക്കോസ് ഓഫ് ദ അനോയിന്റിങ്. പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് അഭിഷേകം നിമിത്തം നുകം തകർന്നു പോകും എന്നുള്ളതാണ്. നുകം എന്നത് വെറും ഒരു ഭാരമല്ല, അത് നിയന്ത്രണത്തിൻ്റെ, അടിമത്തത്തിൻ്റെ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ പ്രതീകമാണ്. നമുക്കറിയാം, കാളയുടെ കഴുത്തിൽ നുകം വയ്ക്കുമ്പോൾ അതിൻ്റെ ദിശയും വേഗവും മറ്റൊരാൾ തീരുമാനിക്കുന്നു. അതുപോലെയാണ് പാപം, ഭയം, കുറ്റബോധം, നിരാശ, ലഹരി, മനുഷ്യഭീതി, ആത്മീയ മന്ദത, ഇവയെല്ലാം മനുഷ്യനെ ബന്ധിക്കുന്ന നുകങ്ങളാണ്. ചിലപ്പോൾ ചിലർക്ക് ഇതൊരു നുകമാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്നാൽ വചനം പറയുന്നതെല്ലാം നമ്മളെ ബന്ധിക്കുന്ന നുകങ്ങളാണ്. എന്നാൽ യെശയ്യാ പ്രവാചകൻ പറയുന്നത് നുകം അഴിച്ചു മാറ്റപ്പെടുമെന്നല്ല, നുകം തകരുമെന്നാണ്. അഴിച്ചു മാറ്റുന്ന നുകം വീണ്ടും ധരിപ്പിക്കാം, എന്നാൽ തകരുന്ന നുകം പഴയതുപോലെ മനുഷ്യനെ ബന്ധിക്കാനാവില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ അഭിഷേകം പ്രശ്നത്തെ താൽക്കാലികമായി മാറ്റിവെക്കുന്നില്ല, അതിൻ്റെ അധികാരത്തെ തന്നെ തകർക്കുകയാണ്. ഈ വാക്യം ആദ്യം ഇസ്രയേലിന്മേൽ ഉണ്ടായിരുന്ന അശ്ശൂർ പീഡനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആത്മീയ സത്യം ഇന്നും പ്രസക്തമാണ്. സാത്താൻ മനുഷ്യനെ ബന്ധിക്കുവാൻ പല നുകങ്ങളും ഉപയോഗിക്കുന്നു. ചിലത് പാപത്തിൻ്റെ നുകം, ചിലത് ഭൂതകാല മുറിവുകളുടെ നുകം, ചിലത് നിരാശകളുടെ നുകം. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ചില ബന്ധനങ്ങളാൽ, മനുഷ്യ ശക്തിയാൽ പൊട്ടുകയല്ല, എന്നാൽ ദൈവത്തിൻ്റെ അഭിഷേകം പ്രവർത്തിക്കുന്നിടത്ത് മനുഷ്യൻ്റെ പരിധി അവസാനിക്കുകയും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്യുന്നു. അഭിഷേകം എന്ന് പറയുന്നത് വെറും ഒരു വികാരമല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. യേശു ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പ്രഖ്യാപിച്ചു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. അതുകൊണ്ട് ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ, ബന്ധിക്കപ്പെട്ടവർക്ക് വിടുതൽ പ്രസംഗിപ്പാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അതാ ലൂക്കോസിന് ശേഷം 4-ാം അധ്യായം 18 നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ അഭിഷേകത്തിൻ്റെ ലക്ഷ്യം അത്ഭുതങ്ങൾ കാണിക്കുക മാത്രമായിരുന്നില്ല, ബന്ധിക്കപ്പെട്ടവരെ സ്വതന്ത്രമാക്കുക. ഒരു മാജിക്കാരൻ മാജിക് കാണിക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു പോകുന്നവനല്ല യേശു. ബന്ധിക്കപ്പെട്ട, ദുരന്തത്തിലകപ്പെട്ട, നിരാശയോട് ജീവിക്കുന്ന മനുഷ്യരെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അതാണ് അഭിഷേകം പ്രവർത്തിക്കുക. അതുകൊണ്ട് അവൻ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതബാധിതരെ വിടുവിക്കുകയും തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്തുകയുമാണ് ചെയ്തത്. അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ പാപത്തിൻ്റെ ആധിപത്യം ദുർബലമാകുന്നു. പാപത്തിൻ്റെ ശക്തി ബലത്തോടെ ഇരിക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ അതിൽ വീണു പോകുന്നത്. അതുപോലെ ഭയത്തിൻ്റെ പിടി അഴിയുന്നു. പല പിടികൾ നമ്മളെ ഭയത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ക്ഷമിക്കാനാവാത്ത ഹൃദയം, സ്നേഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അഭിഷേകം വരുമ്പോൾ ആ ഹൃദയത്തിന് മാറ്റം വരുന്നു, സ്നേഹിക്കാൻ കഴിയുന്നു. നിരാശയെ പിടിച്ച് പലരും ഇരിപ്പുണ്ട്. എന്നാൽ നിരാശ എന്ത് സംഭവിക്കുന്നു? മാറി പ്രത്യാശയ്ക്ക് വഴിമാറും. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നിയ പല വാതിലുകളും ദൈവം തുറക്കുന്നു. അതുകൊണ്ട് അഭിഷേകത്തിൻ്റെ ശക്തി പുറമേയുള്ള സാഹചര്യങ്ങൾ മാത്രം മാറ്റുന്നില്ല, ആദ്യം അത് മനുഷ്യൻ്റെ ഉള്ളിനെ മാറ്റുന്നു. ഉള്ളിൽ മാറ്റം സംഭവിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ ദിശയും മാറുന്നത്. ഉള്ളും മാറുന്ന ഒന്നാണ് അഭിഷേകം. അതുകൊണ്ട് ഇന്ന് ജീവിതത്തിൽ ഏത് മുഖത്തിൻ്റെ കീഴിലാണ് നമുക്ക് എന്ന് ബോധം നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ, അത് പാപമാണോ, മുറിവുകളാണോ, നിരാശയാണോ, മനുഷ്യൻ ചുമത്തിയ ഭാരമാണോ, എന്തായിക്കോട്ടെ, യേശുവിൻ്റെ സന്നിധിയിലേക്ക് അത് കൊണ്ടുവരിക. കാരണം അവിടെ നിന്നും അഭിഷേകം നൽകുന്നു, ഇന്നും ബന്ധനങ്ങൾ തറക്കുന്നു, ഇന്നും സ്വാതന്ത്ര്യം നൽകുന്നു. ഓർക്കുക, ദൈവം നിന്റെ മുഖം അല്പം ലഘൂകരിക്കുമെന്ന് മാത്രമല്ല, വാഗ്ദത്തം ചെയ്തത് അത് തകർക്കുമെന്നാണ്. വാഗ്ദത്തം ചെയ്തത് അതുകൊണ്ട് നിന്റെ പ്രത്യാശ പ്രശ്നത്തിൻ്റെ വലിപ്പത്തിലല്ല, അഭിഷേകത്തിൻ്റെ ശക്തിയിൽ, പ്രാർത്ഥനയാൽ ആ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് മാറ്റം വരികയാണ്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിന് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നു, എത്ര പേർ വാഞ്ചിക്കുന്നു, എത്ര പേർ അഭിഷേകത്തിന് വേണ്ടി
ഹൃദയത്തെ ഒരുക്കുന്ന പ്രിയരെ, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഏത് കാരാഗ്രഹമാണെങ്കിലും ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണ് അഭിഷേകം. ആ അഭിഷേകം നമ്മൾ പ്രാപിക്കാൻ തയ്യാറായാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കാൻ തയ്യാറായാൽ, ഏത് പ്രതിസന്ധിയും നമുക്ക് ചണനൂല് പോലെ എടുത്ത് കളയാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് എൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും പറയുന്നു, അഭിഷേകം നുകത്തെ തകർക്കുകയാണ്. നമ്മുടെ മേൽ കെട്ടിവെച്ചിരിക്കുന്ന എത്ര പാരമ്പര്യ ശാപത്തിൻ്റെ നുകമാണെങ്കിലും, ഏത് പൈശാചികതയാണെങ്കിലും, അതിൽ നമ്മളെ പുറത്തെടുക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ അഭിഷേകം. എത്ര പേർ അത് വാഞ്ചിക്കുന്ന ദൈവസന്ധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും നുകത്താൽ ബന്ധിക്കപ്പെട്ട് ഭാരത്തോടോ നിരാശയോടോ ദുഃഖത്തോടോ ആയിരിക്കുന്ന പ്രിയമുള്ളവരുണ്ടെങ്കിൽ അവരുടെ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. ഒരു അഭിഷേകത്തിൻ്റെ പുതപ്പ് അവരുടെ മേലയക്കണമേ. വിടുതലിൻ്റെ വലിയ ദൈവപ്രവൃത്തി അവരുടെ മേലയക്കണമേ. ഇന്ന് പ്രാർത്ഥനയോടെ ഈ വചനം ശ്രമിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ നടത്തിയാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.